എലപ്പുള്ളി ബ്രൂവറി പ്ലാന്റിന് അനുമതി നൽകിയ തീരുമാനത്തിൽ നിയമസഭയിൽ വിശദീകരണവുമായി മന്ത്രി എം.പി. രാജേഷ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് എത്തിക്കുന്നതിലൂടെ 100 കോടിയോളം രൂപ GST നഷ്ടമുണ്ടാകുന്നതായി മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നതിലൂടെ പണം മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് കേരളത്തിൽ എത്തുന്നതെന്നും എം.പി. രാജേഷ് പറഞ്ഞു. മദ്യനിർമ്മാണത്തിനുള്ള സ്പിരിറ്റിന് GST ഇല്ല. അതേസമയം പെട്രോൾ ബ്ലെൻഡിങ്ങിനും വ്യവസായ ആവശ്യത്തിനുമുള്ള എഥനോളിന് 5% GST ഉണ്ട്. ചുരുങ്ങിയത് 100 കോടിയിലധികം രൂപ GST ഇനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നിലവിൽ പോകുന്നുണ്ട്. പെട്രോൾ ബ്ലെൻഡിങ്ങിനായി വരും വർഷങ്ങളിൽ ആവശ്യമായ എഥനോളിന്റെ അളവ് കണക്കിലെടുക്കുമ്പോൾ ഈ GST നഷ്ടം വൻതോതിൽ വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ബ്രൂവറി ആരംഭിക്കുന്നതിനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ 30/11/2023 എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിച്ചിട്ടുള്ളത്. 16/2/2025 സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പ്രാരംഭാനുമതി നൽകിയിട്ടുള്ളത്.